पति ब्रह्मचारी। എന്നാലും വല്ലാത്ത കഷ്ടമായി പോയി കേട്ടാ. ആ പാവ ഇഷേട്ടത്തി കാശുണ്ടാക്കാനായി എവിടെയൊക്കെ പോയി അലയുന്നുണ്ടാവും ഇപ്പോ. എന്റെ അഭിപ്രായം ഞാൻ പറയട്ടെ, അവര് നിങ്ങളെപ്പോലെ ഈ 48 മണിക്കൂർ ബെറ്റ് തോക്കും. 2 ദിവസം കഴിഞ്ഞ് 11,580 രൂപ സമ്പാദിച്ച് ഇവിടെ കൊണ്ടുവന്നില്ലെങ്കിൽ കെട്ടും പാണ്ടൊക്കെ മുറുക്കി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തയ്യാറായിക്കും. അല്ല, ഞാൻ പറഞ്ഞു വന്നതേ, അവർ ഈ ബെറ്റിൽ തോറ്റു കഴിഞ്ഞാൽ വീട്ടിലേക്ക് തിരിച്ചു പോകുമല്ലോ. പക്ഷെ ചേട്ടാ, ചിലപ്പോ ചേട്ടത്തെ എങ്ങാനും ജയിച്ചാലോ? അവിടെ ജയിക്കുന്നോ? ഇഷ മാഡം കുട്ടിക്കാലം മുതൽ കൊട്ടാരത്തിൽ വളർന്നവളാ വണ്ടി. രാവിലെ ആ കിടക്കുന്ന എഴുന്നേക്കുന്നത് മുതൽ രാത്രി ആ കിടക്കിൽ കിടന്ന് ഉറങ്ങുന്നത് വരെയും 4-5 വേലക്കാരാ അവരെ പരിചരിക്കാനുള്ളത്. അങ്ങനെ ഒരു പെൺകുട്ടി ജോലി ചെയ്യുന്നത് പോട്ടെ, അവൾക്ക് എവിടെ ജോലി കിട്ടുമെന്ന് പോലും അറിയില്ല. എന്നിട്ട് അവള് പൈസ സമ്പാദിക്കാന്നാണോ നീ പറയുന്നത്? അത് 2 ദിവസത്തിനകത്ത് 11,580 രൂപ നടന്നത് തന്നെ. പക്ഷെ സൂര്യ ചേട്ടത്തി കുറച്ച് വിദ്യാഭ്യാസമുള്ള ആളാ, അതുകൊണ്ട് ചിലപ്പോ. എത്രയൊക്കെ വിദ്യാഭ്യാസം ഉണ്ടായിട്ട് എന്താ, ഒരു പ്ലഗ് ശരിയാക്കാൻ പോലും അറിയില്ല. ആ സ്ക്രൂ ഡ്രൈവർ ഒരു സൈഡിൽ വെച്ചിട്ട് ഒന്ന് മാറുമോ ഇഷ മാഡം പ്ലീസ്? എന്താണെന്നറിയോ, ബുക്സിൽ നിന്നുള്ള അറിവും യഥാർത്ഥ ജീവിതവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് പണ്ടി. മനസ്സിലായോ? മെഹക്, നിന്റെ എൻഗേജ്മെന്റ് ആണെന്ന് അറിഞ്ഞപ്പോ നിന്നെ ഒന്ന് കൺഗ്രാറ്റുലേറ്റ് ചെയ്യാന്ന് കരുതി. മെഹക്, നിനക്ക് ഓർമ്മയുണ്ടോ, ഞാൻ ഡിസൈൻ ചെയ്ത ഡ്രസ്സൊക്കെ നിനക്ക് വലിയ ഇഷ്ടമായിരുന്നു. എനിക്ക് ഫാഷൻ ടെക്നോളജിയിൽ നല്ല അറിവാന്ന് പറഞ്ഞ് നീ എന്നെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. മാത്രമല്ല, എവിടെ പാർട്ടിക്ക് പോണെങ്കിലും നീ എന്നോട് അഭിപ്രായം ചോദിക്കുമായിരുന്നു. ഓർമ്മയുണ്ടോ? ഓർമ്മയൊക്കെ ഉണ്ട് ഇഷ. അല്ല മെഹക്, ഞാൻ പറഞ്ഞു വന്നത്, ഇനിയിപ്പോ നിന്റെ എൻഗേജ്മെന്റ് ലെഹങ്ക ഞാൻ ഡിസൈൻ ചെയ്താലോ? ഓഫ് കോഴ്സ്, നീ എന്തായാലും ആരെങ്കിലും കൊണ്ട് ഡിസൈൻ ചെയ്യിക്കുമല്ലോ. അവരാണെങ്കിൽ നല്ല ചാർജും പറയും. അതിന്റെ പകുതി എമൗണ്ടിന് ഞാൻ ചെയ്തു തരാമെങ്കിലോ? ഐ നോ ഇഷ, നീ ഡിസൈൻ ചെയ്യുവാണെങ്കിൽ അത് ബെസ്റ്റ് ആയിരിക്കും. ലെഹങ്ക എന്നല്ല, എന്റെ കംപ്ലീറ്റ് വെഡിങ് ഡ്രസ്സസ് ഞാൻ നിന്നെ കൊണ്ട് ഡിസൈൻ ചെയ്യിച്ചനെ. പക്ഷേ നീ പഴയ ഇഷ ഗുലാബ് സിംഗ് ആയിരുന്നെങ്കിൽ. പക്ഷെ നീ ഇപ്പോ ഇഷ സൂരജോ, എന്താ നിന്റെ ഭർത്താവിന്റെ പേര്? അതെന്തേലും ആട്ടെ, നിനക്ക് ഞാൻ പറയുന്ന കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ. എനിവേസ്, ചായ കുടിച്ചിട്ട് പോണേ. അല്ലെങ്കിൽ അവർക്ക് ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഹോബിയാണല്ലോ. ആയിക്കോട്ടെ, സഹിക്കട്ടെ, അനുഭവിക്കട്ടെ. അതുകൊണ്ട് എനിക്ക് ഒരു പ്രശ്നമില്ല പണ്ടി. നിന്റെ ജീവൻ പോകേണ്ടായിരുന്നു കാവ്യെ. വയറുകളൊക്കെ ഓപ്പൺ ആക്കി ഇട്ടിട്ട് നീ സ്വിച്ച് ബോർഡിലേക്ക് വെള്ളം എടുത്തൊഴിച്ചോ? ഡി, നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ? എന്തിനാ ഇത്രയും വലിയ റിസ്ക് എടുക്കുന്നത്? നിങ്ങൾ ഇവിടെ ഉള്ളപ്പോ എനിക്ക് ഒന്നും സംഭവിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. നിങ്ങളുടെ ഉള്ളിലെ ധൈര്യത്തെ ഉണർത്താൻ ഇതല്ലാതെ വേറെ വഴിയുണ്ടായിരുന്നില്ല. എന്നാലും ഇത്രയൊക്കെ വേണമായിരുന്നോ? നിന്റെ ജീവന്റെ കാര്യം പോലും നീ നോക്കിയില്ലല്ലോ. ഒരു മിനിറ്റ്, നീ ഇവിടെ നിൽക്ക്, ഞാനിപ്പോ വരാം. ഓക്കെ? ചേട്ടത്തി എന്താ ഇങ്ങോട്ടെങ്കിലും പോവാണോ? എന്തെങ്കിലും ഒന്ന് പറയൂ ചേട്ടത്തി. ഞാൻ എന്ത് പറയാനാരോ, എന്ത് പറയാനാ? ഒന്ന് മാത്രമേ എനിക്കറിയാം, എനിക്കിവിടെ ഇരിക്കാൻ പറ്റില്ല. എനിക്കിവിടെ ഉടനെ പോയാൽ കൊള്ളാവുന്നുണ്ട്. അല്ലെങ്കിൽ എന്റെ ഇല്ലാത്ത ഗർഭത്തിന്റെ കഥ ഇവിടെ അനുരാഗോ അച്ഛനോ എങ്ങാനോ അറിഞ്ഞാ പിന്നെ എന്നെയോ എന്റെ വീട്ടുകാരെയോ ഒന്നും ഒരു വെറുതെ വിടില്ല. എനിക്ക് എന്റെ വീട്ടിൽ പോണം. എനിക്ക് ഉടനെ എന്റെ വീട്ടിൽ പോണം. ചേട്ടത്തി ഇവിടെ നിൽക്കുക. ചേട്ടത്തി ഇങ്ങനെ ഒളിച്ചോടുന്ന ഒരു സൊല്യൂഷൻ അല്ല. നിങ്ങൾ എന്താ കരുതിയേ? നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഇവിടെ എന്ത് സംഭവിക്കാം?
അച്ഛനും ചേട്ടനും മിണ്ടായിരിക്കുമെന്നാണോ? ഇല്ല, അവർ ചേട്ടത്തെ തിരിഞ്ഞോണ്ട് ഒരു വരവങ്ങ് വരുമെന്ന് അറിയാലോ. അതെ ചേട്ടത്തി, ആരവ് സാർ പറഞ്ഞത് ശരിയാ. അല്ലെങ്കിൽ ഒളിച്ചോട്ട് ഒരു സൊല്യൂഷൻ അല്ല. ഒളിച്ചോടുന്നതുകൊണ്ട് പ്രശ്നം ഇല്ലാതാവുന്നില്ല, അത് കൂടുകയുള്ളൂ. ചേച്ചി, നിങ്ങൾക്ക് പ്രഗ്നന്റ് ആവാൻ പറ്റുന്നില്ല എന്നുള്ളത് നിങ്ങളുടെ പ്രശ്നമല്ല. പിന്നെ അതെ ചേച്ചി, ഞാൻ നിങ്ങളുടെ റിപ്പോർട്ട്സ് എല്ലാം നോക്കിയതാ. നിങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. കാവ്യ, മിക്കവാറും പ്രശ്നം അനുരാഗ് സാറിനാവാനാ സാധ്യത. പക്ഷേ ഈ കാര്യം എങ്ങനെ പുറത്തു കൊണ്ടുവരും? റിയ, എനിക്ക് കുറച്ച് സമയത്തേക്ക് നിന്റെ ഫോണും തരൂ. എനിക്കൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു. പൊതുവെ ഞാൻ എന്റെ ഫോൺ അങ്ങനെ ആർക്കും കൊടുക്കാറില്ല. പക്ഷെ അത്യാവശ്യമാണെങ്കിൽ എടുത്തോ. പിന്നെ കാര്യം കഴിഞ്ഞ ഉടനെ തരണം. പിന്നെന്താ, താങ്ക് യു. ഹലോ, ഐ എം ഈഷ. നിങ്ങൾ ന്യൂസ് പേപ്പറിൽ ആഡ് കൊടുത്തിരുന്നില്ലേ ജോലിക്കായി? എനിക്ക് ആ ജോലി നന്നായി അറിയാം. എക്സ്പീരിയൻസ് ഒന്നുമില്ല, പക്ഷേ എനിക്ക് മഹാറാണി, എനിക്കൊരു ഗ്ലാസ് വെള്ളം എടുത്തു തരാമോ? എന്റെ തൊണ്ട വല്ലാതെ വരളുന്നു. ഇപ്പൊ തരാം. ഹലോ സർ, ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്യാവോ? സോറി. ഇതാ. ഹലോ സർ. സർ, ഞാൻ പറഞ്ഞു വന്ന എന്താന്ന് ഹലോ മഹാറാണി, എന്റെ മരുന്നിനുള്ള സമയമായി. ആ മരുന്നൊന്ന് എടുത്തു തരാമോ? ഹലോ, ഫോൺ കട്ട് ചെയ്തല്ലോ. പണ്ട് അമ്മ എന്നെ ഇങ്ങനെയാ തുള്ളിച്ചോണ്ടിരുന്നത്. ഇപ്പൊ എന്നെയൊക്കെ വിട്ട് ഇവളുടെ പിറകെ കൂടിയെന്നാ തോന്നുന്നേ. ഇവളുണ്ടെങ്കിൽ പിന്നെ എനിക്ക് അമ്മയുടെ ഭാഗത്തുനിന്ന് ഒരു ശല്യവും ഇല്ല. ഇവളുടെ ചേട്ടത്തിയുടെ കയ്യിൽ നിന്ന് മാസാമാസമുള്ള പൈസയും കിട്ടും. നീ ഒരു പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ടോ? കാക്ക കുളിച്ച് കൊക്കാകാൻ പോയി, അവസാനം കൊക്കിനെയും കാണാതായി, കാക്കയും കാണാതായി. മനുഷ്യന്മാര് വെല്ലുവിളി സ്വീകരിക്കുമ്പോ അവനവന് യോഗ്യതയ്ക്ക് വേണം സ്വീകരിക്കാൻ. അല്ലെങ്കിൽ പാവം അവന് ഇങ്ങോട്ടും കയറാൻ പറ്റില്ല, അങ്ങോട്ടും കയറാൻ പറ്റില്ല. ഇപ്പൊ തന്നെ കണ്ടില്ലേ, മര്യാദയ്ക്ക് 4 ചപ്പാത്തി ഉണ്ടാക്കാൻ പോലും ഇവൾക്ക് അറിയില്ല. പുറത്തെവിടെയോ പോയി ജോലി നോക്കാൻ പോവാ. ചപ്പാത്തി ഉണ്ടായാലെന്താ, ഇല്ലെങ്കിലെന്താ? ജോലി കിട്ടിയാലെന്താ, ഇല്ലെങ്കിലെന്താ? ഇവൾ ഇവിടുന്ന് പോവാതിരുന്നാ മതി. എനിക്ക് അത്രയും മതി. ഹലോ, അത് കാര്യമായിട്ട് എക്സ്പീരിയൻസ് ഒന്നുമില്ല, പക്ഷേ എനിക്കത് ചെയ്യാൻ കഴിയും. അതെ, നോക്ക് മഹാറാണി, മരുന്ന് ഞാൻ ചുമ്മാതെ അങ്ങ് വിഴുങ്ങണോ? 2 ബിസ്ക്കറ്റ് എങ്കിലും എടുത്തോണ്ട് വാ. ശരി. ഹലോ, പിന്നെയും ഫോൺ കട്ട് ചെയ്തു. എന്റെ
ഭഗവാനെ. ഓ ഗോഡ്, വീണ്ടും ചപ്പാത്തി കരിഞ്ഞു പോയല്ലോ. എന്താ, നമുക്ക് ടെസ്റ്റ് ചെയ്യാന്നോ? എങ്ങനെ? എങ്ങനെയെങ്കിലും അനുരാഗ് സാറിനെ കുറച്ചു നേരം നമ്മുടെ കയ്യിൽ കിട്ടണം. അതായത് ഒരു 10 മിനിറ്റ് ബോധമില്ലാതെ. അങ്ങനെ ബോധമില്ലാതെ പുള്ളിയെ നമ്മുടെ കൈ കെട്ടിയ ബാക്കിയൊക്കെ ഡോക്ടർ നോക്കിക്കോളും. അതൊക്കെ ശരി കാവ്യ, പക്ഷെ ആരെങ്കിലും കണ്ട് പ്രശ്നം ഉണ്ടായാലോ? അങ്ങനെ നമ്മുടെ പ്ലാൻ കൊളാവും കൂടെ ചെയ്തോ എന്ത് ചെയ്യും കാവ്യ? അങ്ങനൊന്നും ഉണ്ടാവില്ല, ഞാൻ നോക്കിക്കോളാം. വേണമെങ്കിൽ ഞാൻ വാക്ക് തരാം, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ തന്നെ നിങ്ങൾ അതിൽ കുടുങ്ങാതെ ഞാൻ നോക്കിക്കോളാം. ആ സാറേ പറയൂ. അപ്പോഴേ സൂരജ്, ഗുലാബ് സിംഗിന്റെ വാതിൽക്കൽ ദൈവം 2 സന്തോഷപ്പൂക്കൾ വച്ചിരിക്കുക. ഒന്നാമത്തെ കാര്യം അനുരാഗ് അച്ഛനാകാൻ പോകുന്നു. പിന്നെ രണ്ടാമത്തത് ആരവ് സ്വയം എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങി. അപ്പോ ഈ സന്തോഷം ഒന്ന് ഇരട്ടിപ്പിക്കുന്നതിന് ഞാൻ നാളെ വൈകുന്നേരം ഒരു പാർട്ടി അറേഞ്ച് ചെയ്തിരിക്കുക. ആഹാ, കൊള്ളാലോ സാറേ. അനുരാഗ് സാറിനും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും എന്റെ വക പ്രത്യേക അനുമോദനം. പിന്നെ ആരവ് സാറിന്റെ കാര്യത്തില് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇനി സാർ ഒന്നും കൊണ്ട് പേടിക്കണ്ട, പാർട്ടിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം. പോരെ? ചേട്ടനും ചേട്ടത്തിക്ക് അനുമോദനങ്ങളോ? ആരവിന്റെ കാര്യത്തിൽ സന്തോഷം, പാർട്ടി, എന്താ സംഭവം? ഒരു കാര്യം കൂടി ഉണ്ട് സൂരജ്, നാളെ പാർട്ടിയില് ഒരുപാട് VIP അതിഥികൾ വരുന്നുണ്ട്. അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി നാളെ നമുക്ക് പ്രശസ്തരായിട്ടുള്ള കുറച്ച് ഗാർഡ്സിന് വേണ്ടി വരും. അതുപോലെ തന്നെ ഇവിടെ വീടിന്റെ അലങ്കാരമൊക്കെ കണ്ട വളരെ ഗംഭീരമായിരിക്കണം. പിന്നെ അതിഥികളെയൊക്കെ സ്വാഗതം ചെയ്യാൻ ഒരു പ്രതിമ വെച്ചാലോ? പ്രതിമ എങ്ങനെ ഉണ്ടാവണം? ഒരു കാര്യം ചെയ്യും, അനുരാഗ് അതിന്റെ ചിത്രം അയച്ചു തരും. പോരെ? ശരി സാറേ, സാറ് പറഞ്ഞല്ലോ, കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കൂട്ടിക്കോ. എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ട് ഞാൻ സാറിനെ അങ്ങോട്ട് വിളിച്ചോളാം. പോരെ? വെരി ഗുഡ്. സൂരജ്, വീട്ടിൽ എന്തിന്റെ പേരിലുള്ള പാർട്ടിയാ നടക്കാൻ പോകുന്നത്? ചേട്ടനും ചേട്ടത്തിക്കും ആരിഫിനും ഒക്കെ എന്തിനാ അനുമോദനങ്ങൾ അറിയിക്കുന്നത്? എന്നോടും കൂടെ ഒന്ന് പറയണേ പ്ലീസ്. എന്തിന്? നിങ്ങളിപ്പോ ഈ വീട്ടിലെ മരുമോളല്ലേ? ഗുലാബ് നിവാസിലേക്ക് എന്തായാലും തിരിച്ചു പോകുന്നില്ലല്ലോ. അപ്പൊ അവിടെ എന്ത് നടക്കുന്നു, ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു എന്ന് അറിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ കാര്യം? സൂരജ് സൂരജ് സൂരജ്, എന്നോട് കൂടെ ഒന്ന് പറയുന്നേ. എന്തിനാ എല്ലാരെയും അനുമോദിക്കുന്നേ? കാര്യം പറ പ്ലീസ് പ്ലീസ്. അറിയാൻ അത്രയ്ക്കൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലേ വീട്ടിലേക്ക് തന്നെ അങ്ങ് തിരിച്ചു പോയാൽ പോരെ. എന്നെ കുറിച്ച് വലിയ പ്രതീക്ഷയൊന്നും വെച്ച് പുലർത്തണ്ട, കാരണം ഞാൻ നിങ്ങളോട് ഒരു കാര്യവും പറയാൻ പോകുന്നില്ല. മനസ്സിലായോ? എന്നാ ശരി. സൂരജ് സൂരജ്, ഇങ്ങനെയുണ്ട് ആൾക്കാര്. 1 നമ്പർ പിടിവാശിക്കാരൻ തന്നെ. എത്ര ചോദിച്ചിട്ട് ഒന്നും പറയുന്നില്ല. പക്ഷെ അങ്ങനെ ഒരു കാര്യം ഖുഷ്ബുച്ചെടുത്ത് ഈ ആരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെങ്ങനെങ്കിലും അറിഞ്ഞേ തീരൂ. ഇനി എന്ത് സംഭവിച്ചാലും ശരി. അച്ഛാ, മോളെ. അച്ഛൻ എന്നോട് ചായ കൊണ്ടുവരാൻ പറഞ്ഞു. വാ മോളെ. ഇതാ മോളെ, ഈ കവറിനകത്ത് ചേട്ടത്തി നിന്നോട് എത്രയാണോ സമ്പാദിച്ചു കൊണ്ടുവരാൻ പറഞ്ഞ അത്രയും ഉണ്ട്. മോൾ ഈ കവറുണ്ട് ഏട്ടത്തിയമ്മയുടെ കയ്യിൽ കൊടുത്താൽ ഈ പ്രശ്നം തീർന്നു. മോൾ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതുകൊണ്ട് നീ ആവശ്യമില്ലാതെ ഒരു ജോലിക്കും പോയി കഷ്ടപ്പെടണ്ട, കേട്ടല്ലോ? ഇതാ പിടിക്കാൻ. ഇതിലിപ്പോ ആലോചിക്കാൻ എന്തിരിക്കുന്നു മോളെ? ഇനി ഒരു ഒറ്റ ദിവസമേ ബാക്കിയുള്ളൂ. ഈ ഒരു ഒറ്റ ദിവസം കൊണ്ട് മോൾ ഇത്രയും വലിയ തുക എവിടെ നിന്ന് സമ്പാദിക്കാനാ? അതുകൊണ്ടാ പറയുന്നത് കൂടുതലൊന്നും ചിന്തിക്കണ്ട. ഇതാ പിടിക്ക, കാശ് പിടിക്ക. ചിലങ്ക കെട്ടി ഓടി. അമ്മായി, നിങ്ങൾ ഓരോ ബെറ്റും വെച്ച് എനിക്ക് ആവശ്യമില്ലാത്ത പ്രതീക്ഷയും തന്നോണ്ടിരുന്നോ? അവിടെയാ ഇഷ എന്ത് ബെറ്റ് വെച്ചാലും ജയിക്കാൻ പോവുക. അവൾ അങ്ങനെയൊന്നും ഇവിടുന്ന് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, അതിനിപ്പോ എന്താ ഉണ്ടായേ? നീ എന്തൊക്കെയാ പറയുന്നേ? എന്താ ഉണ്ടായെന്ന് അമ്മായിക്ക് അറിയണോ? അതുകൊണ്ടാ പറയുന്നത് കൂടുതലൊന്നും ചിന്തിക്കണ്ട. ഇതാ പിടിക്ക, കാശ് പിടിക്ക.
വല്യമ്മേ, എന്താ പൈസ കിട്ടിയോ? ഇല്ല, ഇതുവരെ ജോലിയൊന്നും കിട്ടിയില്ല. പക്ഷേ ഒരു ദിവസം കൂടി ബാക്കിയുണ്ടല്ലോ. പിന്നെ എന്തിനാ എൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നേ? അത് പിന്നെ ഞാൻ ചായ വേണമെന്ന് ചോദിക്കാൻ വന്നതാ. ആ, എനിക്കൊരു ചായ തരോ? എന്താ അച്ഛ ഇത്? നിങ്ങൾക്ക് മറ്റുള്ളവരെ പോലെ എന്റെ കാര്യത്തിൽ വിശ്വാസം ഇല്ലാതായോ? അച്ഛനും മറ്റുള്ളവരെ പോലെ എന്നെ കൊണ്ട് കാശുണ്ടാക്കാൻ സാധിക്കില്ലെന്നാണോ പറയുന്നത്? അയ്യോ, അങ്ങനല്ല മോളെ. മോളെ, ഈ ലോകം സത്യത്തിൽ നമ്മൾ കാണുന്ന പോലെയൊന്നും അല്ല. ഞാനൊരു കാര്യം പറയട്ടെ, 2 ദിവസം കൊണ്ട് ഇത്രയും കാശുണ്ടാക്കി കാണിക്കാന്ന് പറയുന്നത് തന്നെ തെറ്റാ. എനിക്കറിയാം നിനക്ക് വിദ്യാഭ്യാസമുണ്ട്, അറിവുണ്ട്, അതൊക്കെ എനിക്കറിയാം. പക്ഷേ ബാക്കിയുള്ള ഒരു ദിവസം കൊണ്ട് ഇത്രയും കാശുണ്ടാക്കാന്ന് പറഞ്ഞാൽ അത് നടക്കില്ല മോളെ. മോക്ക് ഞാൻ പറയുന്നത് മനസ്സിലായോ? അതെ അച്ഛ, എന്നെ സംബന്ധിച്ച് അത് ബുദ്ധിമുട്ടാ, എനിക്കറിയാം. പക്ഷെ ഞാൻ ട്രൈ ചെയ്ത് തോൽവി സമ്മതിക്കില്ല. അച്ഛൻ എനിക്ക് ഇങ്ങനെ പൈസ ഇല്ല, അനുഗ്രഹം തന്നാ മതി. ചായയൊന്നും വേണ്ട എനിക്ക്. നീ എന്തോന്നാ പറഞ്ഞേ? അവള് പൈസയും കൊണ്ടുവരുമെന്നോ? എന്നിട്ട് എവിടെ പൈസ? അമ്മായി, നിങ്ങളാണ് സത്യം. അവൾ അമ്മാവിന്റെ പൈസ വാങ്ങിക്കുന്നത് ഞാൻ കണ്ടതാ. പിടിച്ചോ. അനുരാഗ് സാറ് പ്രത്യേകം പറഞ്ഞിട്ട് കൊണ്ടുവന്നതാ. ഡിസ്ട്രിക്ട് മൊത്തം തപ്പിയിട്ട് കിട്ടിയതാ. സ്നേഹത്തോടെ സമാധാനത്തോടെ, ഒട്ടും തിരക്ക് കൂട്ടണ്ട. ഓക്കെ? ആ ശരി, എന്നാ പിടി. ആ, മോള് പിടിച്ചോ. പതുക്കെ സൂക്ഷിച്ചു. ഇടാ, പതുക്കെ സൂക്ഷിച്ചു. പതുക്കെ താഴെ പിടി. ചേട്ടാ, ഈ മംഗൾ ചേട്ടനുണ്ടല്ലോ, ഈ ചേട്ടൻ പറഞ്ഞിട്ട് എന്റെ മൊബൈലിലെ റിംഗ് ടോൺ സെറ്റ് ചെയ്ത്. ഇടം വരെ മണ്ടോ. നിന്റെ റിംഗ് ടോൺ കുന്താൻ കാരണം ചേട്ടനാണ് ഇപ്പൊ പ്രശ്നത്തിലായിരിക്കുന്നത്. എടാ, നാട്ടില് മൊത്തം തിരഞ്ഞിട്ട് അവസാനം കിട്ടിയ പീസാ ഇത്. ഇനി ഞാനിത് എവിടുന്ന് കൊണ്ടുവരാനാ? അതെ ബിന്ദിയ, 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 ഒരു മിനിറ്റ് ഒന്നിങ്ങ് വരൂ. ഒരു കാര്യം പറയട്ടെ പ്ലീസ്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. അതെ, നിന്നോട് ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. ആ, അതിന് നീ എന്തിനാ ഇത്ര ടെൻഷൻ അടിച്ചിരിക്കുന്നേ? ആ ഇഷയുടെ പ്രശ്നം കാരണമാണോ ടെൻഷൻ? ഓ, അതാണെങ്കിൽ ശരിയാ. അവൾ എല്ലാരെയും ടെൻഷൻ ആക്കിയിരിക്കുക. അല്ലെങ്കിൽ അവൾ ഇവിടെ ഇരിക്കണമെന്ന് ആർക്കും ആഗ്രഹമില്ല. പക്ഷെ പശ പോലെ. നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഞാനൊരു കാര്യം പറയട്ടെ, അതൊന്ന് കേൾക്കൂ നീ. ആ ശരി, പറ. ഈശ കാരണമുള്ള പ്രശ്നമൊന്നല്ല ഞാൻ ഈ പറയുന്നത്. ഇത് കണ്ടോ, ദൈവൻ നാളെ ആ സാറിന്റെ വീട്ടിലെ പാർട്ടിയാ. അതിനുവേണ്ടി വാങ്ങിച്ച പ്രതിമയത്. കിട്ടാവുന്നതിൽ അവസാനത്തെ പീസായിരുന്നു ഇത്. അതാണ് ഈ പൊട്ടിക്കിടക്കുന്നത്. ഇനിയിപ്പോ പുതിയ പ്രതിമ എവിടുന്ന് സംഘടിപ്പിക്കുന്ന എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. നേരാണെങ്കിൽ ഒരുപാട് വൈകി. അല്ല, നിന്റെ ഒരു ഫ്രണ്ടില്ലേ ഈ സ്ഥിരം ഈ ഡെക്കറേഷൻസിനൊക്കെ പോകുന്നവള്?
അവളെ വിളിച്ച് സംസാരിച്ച് എന്തെങ്കിലും ഒന്ന് അറേഞ്ച് ചെയ്യാൻ പറയുന്നത്. അവള് വിചാരിച്ച എവിടെന്നെങ്കിലും എന്തെങ്കിലും ഒന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റും, ഉറപ്പാ. ഓ അപ്പൊ അതാണ് കാര്യം. പൊതുവെ ഞാൻ നിന്നെ വിളിക്കുമ്പോഴൊക്കെ നിനക്ക് എന്റെ ഫോൺ എടുക്കാനുള്ള സമയം ഉണ്ടാകാറില്ല. പക്ഷെ ആവശ്യം വന്നപ്പോ ബിന്ദി ഓർമ്മ വന്നു. വിദ്യ വിദ്യ പ്ലീസ് വിദ്യ, നീ മാത്രമേ എനിക്കൊരു നല്ല ഫ്രണ്ട് ആയിട്ടുള്ളൂ. വേറെ ആരോട് ഞാൻ പോയി ചോദിക്കാൻ ഇതൊക്കെ? പ്ലീസ് വിദ്യ, ഒന്ന് ഹെൽപ്പ് ചെയ്യും വിദ്യ, പ്ലീസ്. ഞാൻ നിന്റെ കാല് പിടിക്കാം. ഈ നേരത്തെ വിളിച്ചാൽ അവള് ഫോൺ എടുക്കില്ല. മാത്രമല്ല ഈ നേരത്ത് പുതിയൊരു പ്രതിമ അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വിദ്യ വിദ്യ പ്ലീസ് വിദ്യ, ഒന്ന് ട്രൈ ചെയ്ത്. നീ വിചാരിച്ചാൽ നടക്കും, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പ്ലീസ്, അങ്ങനെ ഒരു പ്രതിമ കിട്ടുകയാണെങ്കിൽ 10,000 പകരം ഞാൻ വേണമെങ്കിൽ 12,000 കൊടുക്കാം. പ്ലീസ് പ്ലീസ്, നീ എന്തെങ്കിലും ഒരു അറേഞ്ച്മെന്റ് ചെയ്യും പ്ലീസ്. നിക്ക്, ഞാൻ നോക്കട്ടെ. ഞാൻ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ വിളിച്ചു പറയാം കേട്ടോ. മതി മതി, അത് മതി. അവൾ ഏറ്റവും എന്തെങ്കിലും കളി കളിച്ചിട്ടായാലും വിദ്യ ചെയ്തു തരും, എനിക്കത് ഉറപ്പാ. പക്ഷെ അവളെ കൊണ്ടത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ എത്തി. സൂരജ് എന്താ ഇത്ര ടെൻഷനായിട്ടിരിക്കുന്നു? ഇന്നെല്ലാം നടക്കുമെന്ന് ഒന്നും അറിയില്ല. എന്റെ ഭഗവാനെ എങ്ങനെയെങ്കിലും സഹായിക്കും പ്ലീസ്.